Hello everyone, welcome back to English Ladder. I am Jijo here with you today. ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചു തുടങ്ങുന്ന ഏതൊരു വ്യക്തിക്കുമുള്ള വലിയൊരു കൺഫ്യൂഷനാണ് ട്രാൻസ്ലേഷൻ. മലയാളത്തിലുള്ള ചില വാചകങ്ങൾക്ക് തത്തുല്യമായ ഇംഗ്ലീഷ് വാചകങ്ങൾ എന്താണ്, ഇംഗ്ലീഷിലുള്ള ചില വാചകങ്ങൾക്ക് തുല്യമായിട്ടുള്ള മലയാളം വാചകങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാഡറിൽ ഞങ്ങൾ ട്രാൻസ്ലേഷൻ സീരീസ് എന്ന് പറയുന്ന ഒരു പുതിയ വീഡിയോ പരമ്പര ആരംഭിക്കുകയാണ്. ഇത് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 5 മലയാള സെന്റൻസസും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെന്റൻസസുമാണ്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സെന്റൻസ്, അവൻ ആ ബുക്ക് മേശപ്പുറത്തേക്ക് എറിഞ്ഞു. അവൻ ആ ബുക്ക് മേശപ്പുറത്തേക്ക് എറിഞ്ഞു. മേശപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ദാറ്റ് ഇൻവോൾവ്സ് ആൻ ആക്ഷൻ, അതായത് അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എക്സ്പ്രഷനെ കുറിച്ച് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം. അതിനുള്ള സെന്റൻസ് ഇങ്ങനെയാണ്: He threw the book onto the table. He threw the book onto the table. മേശപ്പുറത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. On to എന്ന് പറയുന്ന എക്സ്പ്രഷൻ. So I repeat, he threw the book onto the table. രണ്ടാമത്തെ സെന്റൻസ്, ഞാൻ ഇന്ന് രാത്രി ബാംഗ്ലൂർക്ക് പോവുകയാണ്. പലരും ഇതിന് ഈക്വലന്റ് ആയിട്ട് പറയുന്ന ഇംഗ്ലീഷ് എക്സ്പ്രഷൻ എങ്ങനെയാണ്: ഐ എം ഗോയിങ് ടു ബാംഗ്ലൂർ ദിസ് നൈറ്റ്. ഐ എം ഗോയിങ് ടു ബാംഗ്ലൂർ ടുഡേ നൈറ്റ്. തെറ്റാണ്. അതിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്: ഐ ആം ലീവിംഗ് ഫോർ ബാംഗ്ലൂർ ടുനൈറ്റ്. ഇതാണ് ശരിക്കും നേറ്റീവ് സ്പീക്കേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. ലീവിംഗ് ഫോർ, പിന്നെ ടുനൈറ്റ്. ശ്രദ്ധിക്കുക, ടുഡേ നൈറ്റ് അല്ല, ഇന്ന് രാത്രി എന്ന് വെച്ചാൽ ടുനൈറ്റ്. ഇനി മൂന്നാമത്തെ എക്സ്പ്രഷൻ, നിന്റെ കൂട്ടുകാരന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ. നിന്റെ കൂട്ടുകാരന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷെ സിമ്പിൾ ആണ്. Can you introduce me to your friend? അതായത് മലയാളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെന്റൻസ് സ്ട്രക്ചർ കുറച്ച് തിരിഞ്ഞു വരും. I repeat, can you introduce me to your friend? ഇനി നാലാമത്തെ സെന്റൻസ് കാണാം. നീ എന്താണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു റാക്കിൽ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബോക്സിൽ എന്തെങ്കിലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ചോദിക്കണം എന്ന് താല്പര്യമുണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? ഇനി അഞ്ചാമത്തെ എക്സ്പ്രഷൻ, നമ്മൾ തംബ്നെയിലിൽ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പ്രഷൻ, ഈ ഭക്ഷണത്തിന് നല്ല എരിവാണ്. ഈ ഭക്ഷണത്തിന് നല്ല എരിവാണ്. എരിവിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻ എന്താണ്? നമുക്കറിയാം പല ടേസ്റ്റ് നമുക്കുണ്ട്. ബിറ്റർ എന്ന് വെച്ചാൽ കയ്പ്, സോൾട്ടി എന്ന് വെച്ചാൽ ഉപ്പ് കൂടുതലുള്ളത്, സ്വീറ്റ് എന്ന് വെച്ചാൽ മധുരം, സോർ എന്ന് വെച്ചാൽ പുളി. എന്നാൽ എരിവിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സാക്ട് ഇംഗ്ലീഷ് എക്സ്പ്രഷൻ പലർക്കും അറിയില്ല. ചില്ലി എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്യുമ്പോൾ എരിവ് കൂടുന്നു, എന്നാൽ അതിനുള്ള വാക്ക് എന്താണ്? എനിക്കും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനത് ക്ലിയർ ചെയ്തത് ഒരു നേറ്റീവ് സ്പീക്കറോട് നേരിട്ട് ചോദിച്ചാണ്. എരിവ് എന്നുള്ളതിനുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻ ഇതാണ്: ഹോട്ട്. HOT, hot. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അത് ചൂടാണോ എരിവാണോ? നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഇതേ ചോദ്യം ഞാൻ നേറ്റീവ് സ്പീക്കറോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യു ഹാവ് ടു മേക്ക് ഔട്ട് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. നിങ്ങൾ അത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. ദ ഫുഡ് ഈസ് ടു ഹോട്ട്. ദ ഫുഡ് ഈസ് ടു ഹോട്ട്. ഇതാണ് അതിനുള്ള യഥാർത്ഥ എക്സ്പ്രഷൻ. സോ ഫ്രണ്ട്സ്, ഇന്നു മുതൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഏതെങ്കിലും മലയാളം സെന്റൻസസിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ സെന്റൻസ് അയക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ സെന്റൻസ് അയക്കാം. ഞങ്ങൾ അടുത്ത വീഡിയോകളിൽ ആ സെന്റൻസസിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷനുമായി വരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ കീപ് പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ്. Until I see you next time, this is Jijo from English Ladder. Thank you very much.